കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹാവന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, വീണ്ടും നമുക്കൊരു പുതിയ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ഒരുമിച്ച് കണ്ടുമുട്ടുവാൻ, ദൈവവചനവുമായിട്ട് നമ്മുടെ പുതിയ ദിവസം ആരംഭിക്കുവാൻ സർവകൃപാലുവായ കർത്താവ് തന്നിരിക്കുന്ന ഈ വിലപ്പെട്ട അവസരത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്നു. എന്തെല്ലാം സംഭവങ്ങൾ നാം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അനേക പ്രതിബന്ധങ്ങളിലൂടെ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. മനുഷ്യ മനസ്സുകളിൽ സമാധാനമില്ലാതെ, മനുഷ്യ ഹൃദയങ്ങളിൽ സ്വസ്ഥതയില്ലാതെ അനേകർ ജീവിതത്തിൽ നിരാശയുടെ അനുഭവത്തിലായിരിക്കുന്ന കാലഘട്ടം. ഇതിൻ്റെയൊക്കെ നടുവിലും നമുക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനമാണ്. ഈ നല്ല പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനം ഒരുമിച്ച് ധ്യാനിക്കാം. നാം ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്ന വിഷയം എന്താണ്? ദൈവത്തിൻ്റെ വചനം എന്നുള്ള വിഷയമാണ്. കഴിഞ്ഞ എപ്പിസോഡ് മുതൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം എന്നുള്ള വിഷയമാണ് ആരംഭിച്ചത്. ഇന്നതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം എന്ന വിഷയത്തോട് അനുബന്ധിച്ച് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം തിരുവെഴുത്ത് എന്നുള്ളതാണ്. തിരുവെഴുത്ത്. നമുക്കൊരു വാക്യം തിരുവചനത്തിൽ നിന്ന് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2 ലേഖനം 3 അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങൾ. പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2 ലേഖനം 3 അധ്യായം 16-17 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ വായിക്കുന്നു: എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. വളരെ സുപ്രധാനമായ ഒരു തിരുവചനമാണ് നമ്മൾ വായിച്ചത്. എന്താണ് വായിച്ചത്? എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. ദൈവത്തിന് സ്തോത്രം. നൂറ്റാണ്ടുകളായി മനുഷ്യ മനസ്സുകളിൽ പരിവർത്തനമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ശുദ്ധ വേദപുസ്തകം. കോടിക്കണക്കിന് പുസ്തകങ്ങൾ ലോകത്തിലുണ്ടായിട്ടുണ്ടെങ്കിലും ലോകത്തിൻ്റെ ഉൽപ്പത്തി, മനുഷ്യൻ്റെ ഉൽപ്പത്തി, ലോകത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, ലോകത്തിൻ്റെ നാളത്തെ അവസ്ഥ, ഇതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം. മനുഷ്യൻ്റെ ഭൂതം, മനുഷ്യൻ്റെ ഭാവി, മനുഷ്യൻ്റെ വർത്തമാനം, ഇതെല്ലാം ആധികാരികമായി രേഖപ്പെടുത്തിയിട്ടുള്ള പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. ഇനി ചോദ്യം: എന്ത് ഉദ്ദേശത്തോടു കൂടെയാണ് ദൈവം ഈ പുസ്തകത്തെ മനുഷ്യവർഗത്തിന് നൽകിയിരിക്കുന്നത്? അതാണ് തിമോഥെയോസിൻ്റെ 2 ലേഖനം 3 അധ്യായം 16-17 വാക്യങ്ങളിൽ നാം വായിച്ചത്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. നാം ഈ തിരുവചന ഭാഗമൊന്ന് സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വലിയ പരമാർത്ഥമുണ്ട്. അതായത് 4 സുപ്രധാന ആവശ്യങ്ങൾക്കായിട്ടാണ് വിശുദ്ധ വേദപുസ്തകം മനുഷ്യവർഗത്തിന് നൽകിയിരിക്കുന്നത്. 4 സുപ്രധാന ആവശ്യങ്ങൾക്കായിട്ട്. എന്തൊക്കെയാണ് നമ്മൾ വായിച്ചത്? എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. അപ്പം നോക്കിയേ, ഉപദേശം, ശാസന, ഗുണീകരണം, നീതിയിലെ അഭ്യാസം. ഇപ്രകാരം ഉപദേശം, ശാസന, ഗുണീകരണം, നീതിയിലെ അഭ്യാസം എന്നിവ തരുന്ന ഈ പുസ്തകത്തിന് തിരുവചനത്തിൽ കൊടുത്തിരിക്കുന്ന സുപ്രധാനമായ ഒരു പേരാണ് തിരുവെഴുത്ത് എന്നുള്ളത്. ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചോ? മനുഷ്യർക്ക് ആവശ്യമായ ഉപദേശം, ശാസന, ഗുണീകരണം, നീതിയിൽ അഭ്യാസം
എന്നിവ തരുന്ന ഈ പുസ്തകത്തിന് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സുപ്രധാനമായ ഒരു പേരാണ് തിരുവെഴുത്ത് എന്നുള്ളത്. അപ്പം തിരുവെഴുത്ത് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. അപ്പം തിരുവെഴുത്ത് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മുടെ കർത്താവ് ഇപ്രകാരം പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 42-ാമത്തെ വാക്യം. മത്തായി 21:42. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന് തിരുവെഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? വക ശ്രദ്ധിച്ചോ. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു, ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരുവെഴുത്തുകളിൽ വായിച്ചിട്ടില്ലയോ? അപ്പോൾ ഇവിടെ ഈ വേദഭാഗത്ത് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു എന്ന് തിരുവെഴുത്തുകളിൽ നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് കർത്താവ് ചോദിക്കുമ്പോൾ തിരുവെഴുത്ത് എന്നതുകൊണ്ട് കർത്താവ് എന്താണ് അർത്ഥമാക്കിയത്? ഇവിടെ കർത്താവ് ഉദ്ധരിച്ച വേദഭാഗം മത്തായി 21:42 വായിച്ച വേദഭാഗം എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? സങ്കീർത്തനങ്ങൾ 118 22-23 വാക്യങ്ങളിലാണ്. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു എന്നുള്ള വേദഭാഗം കർത്താവ് എവിടുന്ന് എടുത്താ പറഞ്ഞത്? സങ്കീർത്തനം 118 22-23 വാക്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ തിരുവെഴുത്തുകളിൽ നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് യേശു ചോദിക്കുമ്പോൾ തിരുവെഴുത്ത് എന്നതുകൊണ്ട് കർത്താവ് എന്താണ് അർത്ഥമാക്കിയത്? പഴയ നിയമ പുസ്തകങ്ങളെയാണ്. കാരണം സങ്കീർത്തനങ്ങളിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പഴയ നിയമ പുസ്തകങ്ങളെയാണ് തിരുവെഴുത്ത് എന്നതുകൊണ്ട് കർത്താവ് അർത്ഥമാക്കിയത്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. മത്തായി 4:4 അവിടുത്തെ വായിക്കുന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ യേശു എന്താ പറഞ്ഞത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ കർത്താവ് പറയുകയാണ് എന്ന് എഴുതിയിരിക്കുന്നു. ചോദ്യം, എവിടെ എഴുതിയിരിക്കുന്നു? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എവിടെ എഴുതിയിരിക്കുന്നു? ആവർത്തനം പുസ്തകം 8-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ. അപ്പം ആവർത്തനം 8:3 നിന്നുള്ള വാക്യമാണ് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഉദ്ധരിച്ചത്. എന്നെഴുതിയിരിക്കുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു. ഇവിടെ ആവർത്തനം 8:3. അപ്പം തിരുവെഴുത്തിൽ വായിച്ചിട്ടില്ലയോ, തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നു എന്നൊക്കെ കർത്താവ് പറഞ്ഞുദ്ധരിച്ചിട്ടുള്ള വാക്യങ്ങളൊക്കെ പഴയ നിയമ പുസ്തകങ്ങളിൽ നിന്നുള്ളവയായിരുന്നു. അപ്പം തിരുവെഴുത്തിൽ വായിച്ചിട്ടില്ലയോ എന്ന് കർത്താവ് ചോദിക്കുമ്പോൾ തിരുവെഴുത്ത് എന്നതുകൊണ്ട് കർത്താവ് എന്താ അർത്ഥമാക്കിയത്? പഴയ നിയമ പുസ്തകങ്ങളെയാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി മറ്റൊരു വാക്യം പരിശോധിക്കാം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അതിൻ്റെ 17-ാം അധ്യായം 2-ാമത്തെ വാക്യം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 17-ാം അധ്യായം 2-ാമത്തെ വാക്യം. അവിടെ എന്താ വായിക്കുന്നത്? പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്നു 3 ശബത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കയിലുള്ളവരോട് തിരുവെഴുത്തുകളെ ആധാരമാക്കി കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുകയും തന്നോട് തർക്കിച്ച യഹൂദന്മാരോട് വാദിക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അപ്പം എങ്ങനെയാണ് പൗലോസ് തെസ്സലോനിക്കയിലുള്ളവരോട് കർത്താവിനെക്കുറിച്ച് പ്രസംഗിച്ചതും അവിടെയുള്ള തർക്കിക്കാൻ വന്ന യഹൂദന്മാരോട് തർക്കിച്ചതും വാദിച്ചതും? തിരുവെഴുത്തുകളെ ആധാരമാക്കി. അത് അപ്പോസ്തല പ്രവൃത്തികൾ 17:2 നാം വായിച്ചത്. 3 ശബത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. അപ്പോൾ ചോദ്യം, ഏത് തിരുവെഴുത്തുകളെ ആധാരമാക്കി ആണ് പൗലോസ് അവരോട് സംസാരിച്ചത്? അന്ന് പുതിയ നിയമ പുസ്തകങ്ങൾ എഴുതിയിട്ടില്ലാത്തതിനാൽ പഴയ നിയമ പുസ്തകങ്ങളെ ആധാരമാക്കിയാണ് പൗലോസ് അവരോട് സംസാരിച്ചത്. അപ്പം തിരുവെഴുത്തുകളെ ആധാരമാക്കി എന്ന് പറയുമ്പോൾ അത് പഴയ നിയമ പുസ്തകങ്ങളെ പറ്റിയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു സുപ്രധാനമായ വാക്യം വായിക്കാം.
ലൂക്കോസിൻ്റെ സുവിശേഷം 24 അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ദിവസമായ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസമായ ഞായറാഴ്ച വൈകുന്നേരം എന്ത് സംഭവിച്ചു? കർത്താവിൻ്റെ അനുയായികളിൽ 2 പേർ യെരുശലേമിൽ നിന്നും 7 നാഴിക ദൂരമുള്ള എമ്മൗസിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. അവർ യാത്ര ചെയ്യുന്ന സമയത്ത് കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചും അടക്കത്തെക്കുറിച്ചും ഒക്കെ ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് കർത്താവായ യേശുക്രിസ്തു അവരോട് ചേർന്ന് നടന്നു. അപ്പോൾ യേശുക്രിസ്തുവാണെന്ന് തിരിച്ചറിയാതിരിപ്പാൻ തക്കവണ്ണം അവരുടെ കണ്ണുകളെ നിരോധിച്ചിരുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എന്ന് തങ്ങളോട് പറഞ്ഞ സ്ത്രീകളുടെ വാക്ക് വിശ്വസിക്കാതിരുന്ന അവരോട് കർത്താവ് പ്രകാരം പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് ഈ 2 ശിഷ്യന്മാരോട് രാവിലെ ഉയർത്തെഴുന്നേറ്റത് കണ്ട സ്ത്രീകളുമെന്ന് പറഞ്ഞവർ വിശ്വസിച്ചില്ല. അത് വിശ്വസിക്കാതിരുന്ന ഈ അനുയായികളോട് യേശു കർത്താവ് പ്രകാരം പറഞ്ഞു. എന്താ യേശു പറഞ്ഞത്? ലൂക്കോസിൻ്റെ സുവിശേഷം 24 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 24 അതിൻ്റെ 25 മുതൽ 27 വരെ. അവിടെ എന്താ വായിക്കുന്നത്? അവിടുന്ന് അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞ് മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഇവിടെ കർത്താവ് എന്താണ് ചെയ്തത്? എല്ലാ തിരുവെഴുത്തുകളിൽ നിന്നും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പോൾ ചോദ്യം, ഏതൊക്കെ തിരുവെഴുത്തുകളിൽ നിന്നാണ് തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തത്? ലൂക്കോസിൻ്റെ സുവിശേഷം 24 അധ്യായം 44-45 വാക്യങ്ങൾ. ലൂക്കോസ് 24 44-45 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ വായിക്കുന്നു, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ നിവർത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഈ ശിഷ്യന്മാർക്ക് ഏത് തിരുവെഴുത്തുകളെ വ്യാഖ്യാനിച്ചു കൊടുത്തത്? ലൂക്കോസ് 24 44-45 വാക്യങ്ങൾ വായിക്കുകയാണ്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ നിവർത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ഇവിടെ മോശയുടെ ന്യായപ്രമാണ പുസ്തകം, പ്രവാചക പുസ്തകങ്ങൾ, സങ്കീർത്തനങ്ങൾ, ഈ പുസ്തകങ്ങളിൽ ഈ തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് കർത്താവ് അവർക്ക് വിവരിച്ചു കൊടുത്തത്. വാക്യം 45 പറയുകയാണ്, തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ദൈവത്തിന് സ്തോത്രം. ഇനി ചോദ്യം, ഏത് തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിനാണ് അവരുടെ ബുദ്ധിയെ തുറന്നത്? മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും സങ്കീർത്തനങ്ങളിലും കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. അപ്പോൾ ഇവിടെ മോശയുടെ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. പ്രവാചക പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ എസ്യാവ്, യിരെമ്യാവ്, മലാക്കി, ഹബക്കൂക്ക്, സക്കരിയാവ് തുടങ്ങിയ പ്രവാചക പുസ്തകങ്ങൾ, കൂടാതെ സങ്കീർത്തനങ്ങൾ. അപ്പോൾ മോശയുടെ ന്യായപ്രമാണം, പ്രവാചക പുസ്തകങ്ങൾ, സങ്കീർത്തനം, ഈ തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിനാണ് അവരുടെ കണ്ണുകളെ തുറന്ന്. എന്ന് പറഞ്ഞാൽ ഇവിടെ തിരുവെഴുത്ത് എന്ന് കർത്താവ് പറഞ്ഞത് പഴയ നിയമ പുസ്തകങ്ങളെ പറ്റിയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ കാലത്തെ മനുഷ്യന് സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ പരാജയമുണ്ട്. അതെന്താണ്? ഇന്ന് പിശാച് അനേകരുടെ കണ്ണുകളെ കുരുടാക്കി വച്ചിരിക്കുന്നതിനാൽ കർത്താവിനെ കുറിച്ച് വളരെ തെളിവായി പറഞ്ഞിരിക്കുന്ന തിരുവെഴുത്തുകളെ ശരിയായി കാണുവാൻ അനേകർക്ക് സാധിക്കുന്നില്ല. ഞാൻ പറഞ്ഞ വാചകം ശ്രദ്ധിച്ചോ? പിശാച് അനേകരുടെ കണ്ണുകളെ കുരുടാക്കി വച്ചിരിക്കുന്നതിനാൽ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന തിരുവെഴുത്തുകളെ ശരിയായി കാണുവാൻ പലർക്കും സാധിക്കുന്നില്ല. എന്ന് പലരും പറയുന്നത് കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നതോടുകൂടി പഴയ നിയമ പുസ്തകങ്ങളെല്ലാം മാറിപ്പോയി, ഇനി നമുക്കത് വേണ്ട എന്നാണ്. അതുകൊണ്ടായിരിക്കാം അനേക ആളുകളും
പുതിയ നിയമവും സങ്കീർത്തനവും അടങ്ങിയ വേദപുസ്തകം മാത്രം അച്ചടിച്ച് വിതരണം ചെയ്തത് വലിയ തെറ്റാണ്. കാരണം പഴയ നിയമ പുസ്തകങ്ങളെല്ലാം മാറിപ്പോയെന്നാണ് ഒരു വലിയ ഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി വളരെ തെളിവായി വിശദീകരിച്ചിരിക്കുന്ന പഴയ നിയമ പുസ്തകങ്ങളെ ഉപേക്ഷിക്കുന്നവരും അത് വിശ്വസിക്കാത്തവരുമായ ആളുകളെ കർത്താവ് മന്ദബുദ്ധികളെന്നാണ് വിളിച്ചിരിക്കുന്നത്. ഞാൻ വിളിക്കുന്നതല്ല, കർത്താവ്. അപ്പോൾ യേശുക്രിസ്തുവിനെ പറ്റി വളരെ തെളിവായി പറഞ്ഞിരിക്കുന്ന പഴയ നിയമ പുസ്തകങ്ങളെ വിശ്വസിക്കാത്തവരും അത് മാറിപ്പോയി എന്ന് പറയുന്നവരുമായിട്ടുള്ള ആളുകളെ കർത്താവ് എന്താ വിളിക്കുന്നത്? മന്ദബുദ്ധികളെ എന്നാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 24:25 അവിടെ എന്താ വായിക്കുന്നത്? അവിടുന്ന് അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. അപ്പം പഴയ നിയമ പുസ്തകങ്ങൾ മുഴുവൻ ആരിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിലേക്കാണ്. അപ്പം കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെക്കുറിച്ചും ആ വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ചുമാണ് ഈ പഴയ നിയമ പുസ്തകങ്ങളിൽ പ്രധാനമായിട്ടും പ്രതിപാദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ്. അബ്രഹാമിനെ കുറിച്ച് യേശു ക്രിസ്തു എന്താ പറഞ്ഞത്? യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 56-ാമത്തെ വാക്യം. യോഹന്നാൻ 8:56, നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ട് സന്തോഷിച്ചുമിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. അപ്പോൾ യേശു കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണുമെന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ട് സന്തോഷിച്ചുമിരിക്കുന്നു ഉത്തരം പറഞ്ഞു. അപ്പോൾ ചോദ്യം, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ വിശ്വാസം ആരിലായിരുന്നു? കർത്താവായ യേശു ക്രിസ്തു എന്ന മസിഹായിലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മസിഹായിലുള്ള വിശ്വാസത്താലാണ് നീതീകരണം എന്ന തത്വമാണ് പഴയ നിയമ പുസ്തകങ്ങളിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പം ഹബക്കൂക്കും അത് തന്നെ പറയുന്നത്. പഴയ നിയമ പുസ്തകത്തിൻ്റെ പുസ്തകമാണല്ലോ ഹബക്കൂക്ക്. അവിടെ എന്താ പറയുന്നത്? ഹബക്കൂക്ക് 2:4, നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. അപ്പം ഹബക്കൂക്ക് പറയാണ്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പോൾ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു, ഗലാത്യർ 3:11, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നല്ലോ ഉള്ളത്. എവിടെയുള്ളത്? പഴയ നിയമത്തിലുള്ളത്. അന്ന് പുതിയ നിയമ പുസ്തകങ്ങളിൽ എഴുതിയിട്ടില്ലല്ലോ. അപ്പം ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയാണ്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നല്ലോ ഉള്ളത്. എവിടെയുള്ളത്? പഴയ നിയമത്തിലുള്ളത്. അപ്പം കർത്താവായ യേശുക്രിസ്തു എന്ന ലോകത്തിൻ്റെ രക്ഷിതാവിനെ കുറിച്ച്, മാനവകുലത്തിൻ്റെ രക്ഷയെക്കുറിച്ചുമെല്ലാം ഉള്ള അടിസ്ഥാനപരമായ ഉപദേശം പഴയ നിയമ പുസ്തകങ്ങളിലാണ് പുതിയ നിയമ പുസ്തകങ്ങളെക്കാൾ മുന്നമേ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് ഒരുവൻ രക്ഷ പ്രാപിക്കുന്നത് എന്നുള്ള വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ള തത്വം ഈ പുതിയ നിയമ പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിന് മുന്നമേ എവിടെ എഴുതിയിരിക്കുന്നു? പഴയ നിയമ പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു. അതിനെയാണ് തിരുവെഴുത്ത് എന്ന തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഈ തിരുവെഴുത്തുകളിൻ പ്രകാരമാണ് ക്രിസ്തു കാൽവറിയിൽ മരിച്ചതും അടക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റതും. ശ്രദ്ധിക്കണം, കർത്താവായ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചത്, യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ അടക്കപ്പെട്ടത്, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് ഏത് പ്രകാരമാണ്? തിരുവെഴുത്തുകളിൻ പ്രകാരമാണ്. എന്ന് പറഞ്ഞാൽ പഴയ നിയമ പുസ്തകങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളെല്ലാം കൃത്യമായിട്ട് നിറവേറിക്കൊണ്ടാണ് യേശു ജനിച്ചതും യേശു ജീവിച്ചതും യേശു മരിച്ചതും യേശു അടക്കപ്പെട്ടതും യേശു ഉയർത്തെഴുന്നേറ്റതും എല്ലാം ഈ തിരുവെഴുത്തുകളിൻ പ്രകാരമാണ്. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 3-4 വാക്യങ്ങൾ. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 15-ാം അധ്യായം 3-4 വാക്യങ്ങൾ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ദൈവത്തിന് സ്തോത്രം. നാം ഈ പഴയ നിയമ പുസ്തകങ്ങളൊക്കെ പഠിക്കുമ്പോൾ യേശു എവിടെ ജനിക്കുമെന്നും യേശു എങ്ങനെ ജനിക്കുമെന്നും യേശു എങ്ങനെ ജീവിക്കുമെന്നും യേശുവിനെ എങ്ങനെ വിളിക്കുമെന്നും യേശു എങ്ങനെ മരിക്കുമെന്നും യേശു എങ്ങനെ അടക്കപ്പെടുമെന്നും യേശുവിൻ്റെ അടക്കം ആരോടുകൂടെ ആയിരിക്കുമെന്നും യേശുവിനെ ക്രൂശിക്കുന്ന ആരോടുകൂടെ ആയിരിക്കുമെന്നും എത്ര വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കുമെന്നും എന്ന് വേണ്ട. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുഴുവൻ ജീവിതവും പഴയ നിയമ പുസ്തകങ്ങളിൽ
കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ തിരുവെഴുത്തുകളിൻ പ്രകാരമാണ് യേശു ജനിച്ചതും ജീവിച്ചതും മരിച്ചതും അടക്കപ്പെട്ടതും. അപ്പം തിരുവെഴുത്തുകൾ എന്ന് പറയുമ്പോൾ ഏത് പുസ്തകങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്? പഴയ നിയമ പുസ്തകങ്ങളെയാണ്. ഇത് തിരിച്ചറിയാത്തവരാണ് പഴയ നിയമം നീങ്ങിപ്പോയി, അതിനാൽ നമുക്കത് വേണ്ട എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, തിരുവെഴുത്തുകളെ ത്യജിക്കുന്നവർ ആ തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷിതാവിനെ ത്യജിക്കുന്നവരാണ്. അപ്പം പഴയ നിയമ പുസ്തകങ്ങൾ ഞങ്ങൾക്ക് വേണ്ട, അത് കൊള്ളത്തില്ല, അത് മാറിപ്പോയി എന്നൊരുവൻ പറഞ്ഞാൽ അവൻ ആരെ ത്യജിക്കുന്നു? ആ തിരുവെഴുത്തുകൾ ആരെക്കുറിച്ച് സാക്ഷ്യം പറയുന്നുവോ ആ സാക്ഷ്യം പറയുന്നവനെ ത്യജിക്കുന്നവരാണ്. ചോദ്യം: തിരുവെഴുത്തുകളോടുള്ള നമ്മുടെ സമീപനം എന്താണ്? അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള 66 പുസ്തകങ്ങളും ദൈവശ്വാസ്യമാണ്. അതിൻ്റെ ഒരു ഭാഗവും മാറ്റിക്കളയുവാൻ നമുക്ക് സാധ്യമല്ല. അപ്പം തിരുവെഴുത്ത് എന്ന വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പഴയ നിയമ പുസ്തകങ്ങളെ പറ്റിയാണ്. അതിൻ്റെ പ്രാധാന്യം എത്ര വലിയതാണെന്ന് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായി കാണും എന്ന് ചിന്തിക്കട്ടെ. നാം പുതിയ നിയമ പുസ്തകങ്ങളും സങ്കീർത്തനങ്ങളും മാത്രം വായിക്കുന്നവരാണെങ്കിൽ നമ്മുടെ അടിസ്ഥാനം തെറ്റിക്കിടക്കുകയാണ്. കാരണം എന്താണ്? ദൈവസഭയുടെ അടിസ്ഥാനത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? എഫെസ്യർ 2:20 ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഉപദേശം, അപ്പോസ്തലിക ഉപദേശം, പ്രവാചകന്മാരുടെ ഉപദേശം. യേശുവിൻ്റെ ഉപദേശം എവിടെ കാണുന്നു? സുവിശേഷങ്ങളിൽ. അപ്പോസ്തലന്മാരുടെ ഉപദേശം അപ്പോസ്തല പ്രവൃത്തികൾ മുതൽ വെളിപ്പാട് വരെ. പ്രവാചകന്മാരുടെ ഉപദേശം ഉൽപ്പത്തി മുതൽ മലാഖി വരെ. എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരുടെ ഉപദേശമാകുന്ന അടിസ്ഥാനം ഇല്ല എങ്കിൽ നമ്മുടെ അടിസ്ഥാനം തെറ്റിക്കിടക്കുകയാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, തിരുവെഴുത്ത് എന്നതുകൊണ്ട് തിരുവചനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് പഴയ നിയമ പുസ്തകങ്ങളെയാണ്. അതിനെ ഉപേക്ഷിക്കുന്നവരാണെങ്കിൽ ഇന്നു മുതൽ നമുക്കൊരു നല്ല തീരുമാനമെടുക്കാം. ദൈവവചനത്തിൽ വേരൂന്നി വളരാം. അതിനെ കർത്താവ് സഹായിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഇന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ പലരും രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, കടഭാരങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്, ജീവിതത്തിൽ നീറുന്ന പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അനേകരോട് പറയുവാൻ കഴിയാത്ത വേദനകളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തു തന്നെയായിരുന്നാലും കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്കതിനെല്ലാം പരിഹാരമാണ്. നമ്മെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് മറുപടി നൽകും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അടിയങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അടിയങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാണെന്നും അതിലൊരു ഭാഗങ്ങളും മാറ്റി നിർത്തേണ്ടതില്ല എന്നും ഇന്നടിയങ്ങളെ കേൾപ്പിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെട്ട തിരുവചനം കർത്താവേ, അത് ഏറ്റെടുക്കുവാൻ, ആ വചനത്തിനനുസരിച്ച് അടിയങ്ങൾ ജീവിക്കുവാൻ, വിശുദ്ധ ജീവിതം നയിക്കുവാൻ, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ അടിയങ്ങളെല്ലാവരെയും കർത്താവ് സഹായിക്കണമേ. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. രോഗത്തിലും ഭാരത്തിലും കഷ്ടതയിലും കണ്ണുനീരിലും കടബാധ്യതകളിലും മാനസിക സമ്മർദ്ദങ്ങളിലും മറ്റ് ജീവിത വൈഷമ്യങ്ങളിലും ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. പ്രിയമക്കളുടെ സകല ആവശ്യങ്ങളെയും കർത്താവ് മാനിക്കണമേ. സ്വർഗീയ സമാധാനത്താൽ സന്തോഷത്താൽ അവരെ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഏറ്റവും താഴ്മയായിട്ട് യാചിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ജയ്ഹിന്ദ് ചാനലിലുള്ള ഈ സംപ്രേഷണം നിങ്ങൾ കാണുക, കേൾക്കുക, മറ്റുള്ളവരോടും പറയുക. യൂട്യൂബിലും കാണാം. ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് ദൈവത്തിൻ്റെ വചനം നന്നായി ഗ്രഹിച്ച് പഠിച്ച് വചനത്തിനനുസരിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിൻ്റെ വരവനായിട്ട് ഒരുങ്ങാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ സത്യസഭ എന്ന പുതിയ പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ദൈവത്തിന് ഒരു സഭയുണ്ട്. ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ സഭകളും സത്യസഭകളാണ്.
ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങൾ സത്യസഭയ്ക്ക് ബാധകമല്ലേ? സത്യസഭ ദൈവകൽപ്പനകൾ മാറിപ്പോയി എന്ന് അവകാശപ്പെടുന്നവരുടെ കൂട്ടമാണ്. സത്യസഭയിലേക്ക് ദൈവം തെളിച്ചിട്ടിരിക്കുന്ന വഴി ഏതാണ് തുടങ്ങി സത്യസഭയെക്കുറിച്ച് നാം ആവശ്യം അറിഞ്ഞിരിക്കേണ്ട വിലപ്പെട്ട അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം. ഈ പുസ്തകം ആവശ്യമുള്ളവർ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9747 097977. നമ്പർ ഒരിക്കൽ കൂടി 9747097977. പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബ മാസിക. സമകാലീന സംഭവങ്ങൾ, ആരോഗ്യ ദൂതുകൾ, പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കിയ ഉത്തമ കുടുംബ മാസിക. വാർഷിക വരിസംഖ്യ 200 രൂപ മാത്രം. വരിക്കാരാകുവാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കേണ്ട ഫോൺ നമ്പർ 9168433122 9747097977.